കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതയാത്രയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസാധ്യതകളും കടന്നു വരുമ്പോൾ ജീവിതയാത്ര തന്നെ തകിടം മറിഞ്ഞു എന്ന് തോന്നിയേക്കാം. എന്നാലും ഈ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ ജീവിതം തന്നെ ഇനി എന്തിനാ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ശത്രുവായവൻ നിങ്ങളുടെ മനസ്സിൽ ചിന്ത കൊണ്ടുവന്നിട്ടേക്കാം. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങനെയുള്ള സകല ചിന്തകളെയും എടുത്ത് വെളി കളയണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങണം. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയണം. കാരണം ഈ ദൈവത്തോട് അടുത്ത് വരുന്ന ഒരു വ്യക്തിയെ പോലും, ഈ ദൈവത്തിന് മുമ്പാകെ നെടുമ്പാട് വീഴുന്ന ഒരു വ്യക്തിയെ പോലും ഈ ദൈവം ഉപേക്ഷിച്ച് കളയുകയില്ല. മാറോട് ചേർത്ത് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. സകലരും അസാധ്യമെന്ന് വിധി എഴുതിയ നിങ്ങളുടെ ജീവിത മേഖലകളിലെ ആ സാഹചര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കാൻ ജീവിക്കുന്ന യേശു ശക്തനാണ് എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യന്റെ പ്രവൃത്തികൾ പരാജയപ്പെടുന്ന ഇടത്തു നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, സാഹചര്യങ്ങളും നോക്കാനില്ല, നിങ്ങളുടെ കഴിവും നോക്കാനില്ല. കാരണം പറഞ്ഞത് ജീവിക്കുന്ന ദൈവമാകൊണ്ട് അത് നിവർത്തിക്കാൻ അവൻ ശക്തനാണെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരുടെ മുമ്പാകെ ചിരിച്ച മുഖവുമായി നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നീറുന്ന ചില വിഷയങ്ങളുടെ മറുപടിയാണ് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. അതെ, നിങ്ങളുടെ ഹൃദയത്തിലെ അന്തരംഗങ്ങളെ കാണുന്ന, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ആ ദൈവത്തിന് പറയാനുള്ളത്, ഇല്ല, നിങ്ങൾ തനിച്ചല്ല, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ് അത് എന്ന് മറന്നുപോകല്ല. പലപ്പോഴും കൂടെയുള്ള ദൈവത്തെ അവഗണിച്ചുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം പോലും തിരിച്ചറിയാത്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ദൈവം വിഷമിക്കുകയാണ്. ഇന്ന് ഈ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതയാത്രയിൽ മുന്നോട്ടു പോകുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, പ്രിയ ദൈവത്തിലെ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. കന്യകയായ മറിയത്തിലൂടെ യേശു ക്രിസ്തു ജനിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള മറിയയോട് പറയുന്ന ഒരു ഭാഗം ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറയുക. അതെ, ഇന്ന് നിങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാ സാധ്യതകളുടെ നടുവിലും ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോകുമ്പോഴും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ചുവടുകൾ വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെട്ട ഇടത്ത് ഒരു മാന്യത ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ ഹലോക ജീവിതകാലത്ത് തന്നെ സമ്പന്നനായ ഒരു യുവ പ്രമാണി യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പറയുന്ന മറുപടിയിൽ ഒരു ഭാഗം വളരെ പ്രസക്തമാണ്. മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് അസാധ്യമെന്ന് പറഞ്ഞ കേട്ട അനുഭവിച്ച ഇടങ്ങളിൽ ദൈവത്തിന് സകലവും സാധ്യമെന്ന് കൂട്ടിച്ചേർക്കേണ്ടത് ആവശ്യമാണ്. അതെ, ഇന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന വിഷയത്തെ നോക്കിയിട്ട് പറയണം, എന്റെ ദൈവത്തിന് സകലവും സാധ്യം, ഇതിന്റെ മേലെ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ എടുത്തു നോക്കുമ്പോൾ അവർ സാഹചര്യങ്ങളെ നോക്കാതെ വിശ്വസിച്ചത് കൊണ്ട് അസാധ്യമായത് തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. സാഹചര്യങ്ങളെ നോക്കിയിരുന്നെങ്കിൽ ഇതൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കുകയില്ലായിരുന്നു. അബ്രഹാമും സാറായും സ്വന്തം ശരീരത്തിലേക്ക് നോക്കി അവരുടെ ശരീരത്തിന്റെ പ്രാപ്തിയെ, കഴിവിനെ, ആരോഗ്യത്തെ എല്ലാം അവർ പരിഗണിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ദൈവിക വാഗ്ദത്തം അവിടെ നടക്കുകയല്ല. മറിച്ച് വാക്കു പറഞ്ഞ ദൈവം വാഗ്ദത്തം നിവർത്തീകരിക്കാൻ ശക്തനാണ് എന്ന് ഉറച്ചതുകൊണ്ട് ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം അവർ കണ്ടു, അവരത് അനുഭവിച്ചു. അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ എങ്ങോട്ടാണ് എന്ന് പോലും
അറിയാതെ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയത് നിമിത്തം താൻ പോയ ഇടങ്ങളിലെല്ലാം അബ്രഹാം ഒരു അനുഗ്രഹമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, തന്റെ യാത്രയിൽ തന്റെ സഹോദരൻ പച്ചപ്പ് തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ അബ്രഹാമിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഏത് മരുഭൂമിയിൽ പോയാലും അവിടെയും എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ ആരൊക്കെ എതിരെ തിരിഞ്ഞാലും, ആരൊക്കെ നന്മ എടുത്തുകൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും 100 മടങ്ങ് മടക്കി തരാൻ ഈ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാനാണ് കണ്ടിരിക്കുന്നത്. അതെ, എല്ലാ സാഹചര്യങ്ങളും എതിരായിരിക്കാം, എങ്കിലും ദൈവം അനുകൂലമെങ്കിൽ ആർക്കും പ്രതികൂലമായി നിൽക്കാൻ പറ്റുകയില്ല, അവർ ജയിക്കുകയില്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ ഒന്നുമില്ലാത്തതിനെ നോക്കി പറ, ഇല്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ഞാൻ ഇവിടെ കാണുമെന്ന് പറ. അതെ, അധികാരത്തോടെ വിശ്വാസത്തോടെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സാധ്യതകളും അടയുമ്പോഴും എല്ലാം പ്രതികൂലമാകുമ്പോഴും ചേർത്ത് നിർത്തുന്ന, മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ തരികയാണ്. ഇവരിന്ന് കടന്നുപോകുന്ന ഈ അസാധ്യതകളുടെ നടുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവർ അനുഭവിച്ചറിയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. എല്ലാ മേഖലകളിലും ഒരു വലിയ ദൈവപ്രവൃത്തി ഇവർ കാണട്ടെ. ദൈവമേ, ഇവരൊരു അനുഗ്രഹമാകണം. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഇല്ല, ശത്രുവിന്റെ ഒരു തന്ത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയല്ല. വിശ്വാസത്തോടെ ആമീൻ എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുക. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.